നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പേരുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ രണ്ട് നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ആരാണ് മികച്ച രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്? ഇന്നത്തെ ഈ വീഡിയോയിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വിശദമായി താരതമ്യം ചെയ്തു നോക്കാം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായുള്ള അധികാരസ്ഥാനത്തിൽ നിന്നാണ് കഴിഞ്ഞ 2 വർഷം രാജ്യത്തെ നയിച്ചത്. ഈ കാലയളവിൽ മോദിയുടെ പ്രധാന ഇടപെടലുകൾ കൂടുതലും ഭരണനയങ്ങൾ, വികസന പദ്ധതികൾ, അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക തീരുമാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധ മേഖല, മോദി 3.0 സർക്കാരിന്റെ ദീർഘകാല വികസന പദ്ധതികൾ, ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ സാമൂഹിക രാഷ്ട്രീയ നീക്കങ്ങൾ. അതേസമയം ജനാധിപത്യം, മാധ്യമ സ്വാതന്ത്ര്യം, സാമ്പത്തിക അസമത്വം തുടങ്ങിയ വിഷയങ്ങളിൽ മോദി സർക്കാരിനെതിരെ വിമർശനങ്ങളും ശക്തമായുയർന്നു. പ്രധാനമായും മോദിക്ക് മാധ്യമങ്ങളെ കാണാൻ പേടിയാണെന്നുള്ളത് രാജ്യത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. മാധ്യമങ്ങളെ കാണുന്നതിലും അവരുമായി സംവദിക്കുന്നതിലും കേരള മുഖ്യമന്ത്രിയെയോ രാഹുൽ ഗാന്ധിയെയോ ഒക്കെ വേണമെങ്കിൽ മോദിക്ക് മാതൃകയാക്കാവുന്നതാണ്. അതുപോലെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനു വേണ്ടി താൻ വഹിക്കുന്ന പരമോന്നത സ്ഥാനം മറന്നുകൊണ്ട് ഇലക്ഷൻ റാലികളിലും മറ്റും വിഭാഗീയതയുടെയും വർഗീയതയുടെയും പ്രസംഗങ്ങൾ നടത്തുന്നത് മോദിയുടെ ഒരു പോരായ്മയായി നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ മോദി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. സോഷ്യൽ മീഡിയകളിൽ ബിജെപിക്കാർ പ്രചരിപ്പിക്കുന്ന ഭരണനേട്ടങ്ങളുടെ PR വർക്കുകൾക്കപ്പുറം നോർത്ത് ഇന്ത്യയിലെ തെരുവുകളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ യഥാർത്ഥ ഇന്ത്യയുടെ നേർചിത്രം നമുക്ക് മനസ്സിലാകും. എന്നാൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ മോദിയുടെ ഇടപെടലുകൾ വിജയം കൈവരിച്ചവയാണ്. ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയെ നോക്കാം. രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവെന്ന നിലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ ഇടപെടലുകൾ ഭരണതീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്നതിലും ജനാധിപത്യ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും കേന്ദ്രീകരിച്ചിരുന്നു. ഭരത് ജോഡോ ന്യായയാത്ര പോലുള്ള ബഹുജന യാത്രകൾ വഴി ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന രാഷ്ട്രീയ സമീപനം, തിരഞ്ഞെടുപ്പ് വ്യവസ്ഥ, ഇലക്ഷൻ കമ്മീഷൻ, വോട്ടർ ലിസ്റ്റ് വിഷയങ്ങൾ എന്നിവയിൽ ശക്തമായ നിലപാട്, സർക്കാരിനെ പിന്തുണയ്ക്കാതെ എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന ഒരു ആക്റ്റീവ് പ്രതിപക്ഷ ശബ്ദം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സമീപനം. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതിനേക്കാൾ ഏറെ ചെയ്യാനുണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത തണുപ്പൻ സമീപനങ്ങൾ കാരണം ചെയ്ത പ്രവർത്തികളൊന്നും തന്നെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല. രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏറെ വൈകിയാണ്. പലപ്പോഴും രാഹുലിനെ രാജ്യത്തിനകത്ത് തന്നെ കാണാൻ സാധിക്കില്ല. ഇത് രാഹുലിന്റെ ഒരു പ്രധാന പോരായ്മയായി ജനങ്ങൾ കാണുന്നു. PR ഏജൻസികളുടെ സഹായത്തോടെ വല്ലപ്പോഴും വന്ന് ഭരണപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ പറയുന്നതല്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത നിറഞ്ഞ മനോഭാവം രാഹുൽ ഗാന്ധി ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് ഭരണപക്ഷത്തിന് വളരെ ആശ്വാസം നൽകുന്ന കാര്യവുമാണ്. ഭരത് ജോഡോ യാത്ര പോലുള്ള വമ്പൻ റാലി ഇന്ത്യ മുഴുവൻ നടത്തിയ രാഹുലിന് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഭരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമുണ്ടായില്ല. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രധാന പോരായ്മയായി വിലയിരുത്തപ്പെടുന്നത് ശക്തമായ തീരുമാനങ്ങളെടുക്കുന്നതിനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും തന്റെ കൂടെ നടക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകേട്ട് മറ്റു പ്രധാന നേതാക്കന്മാരെ പരിഗണിക്കാതിരിക്കുക, ഓരോ സ്റ്റേറ്റിലെയും ശക്തനെന്ന് രാഹുലിന് തോന്നുന്ന നേതാക്കന്മാരുമായി മാത്രം കൂടിക്കാഴ്ച നടത്തുക തുടങ്ങിയ പക്വതയില്ലാത്ത തീരുമാനങ്ങൾ കോൺഗ്രസിന് നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കുന്നവയാണ്. തൽഫലമായി പല പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരും BJPയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ കൂടുമാറുന്നത് പതിവായി. പലപ്പോഴും ഇന്ത്യൻ ജനതയ്ക്ക് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ ആവശ്യമുള്ള സമയത്തൊന്നും രാഹുൽ ആ തലത്തിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുകയോ രാജ്യത്തുണ്ടാവുകയോ ചെയ്തിട്ടില്ല. എന്നാൽ രാജ്യം ഒരു പ്രധാനമന്ത്രിയുടെ കരുത്തെന്താണെന്ന് വിലയിരുത്തപ്പെടുന്ന പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ മോദി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാത്രമല്ല തന്റെ മറ്റു ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ ബുദ്ധിപൂർവ്വം അവ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനും കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിരുത്തലിലേക്ക് വരാം. മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ ഇടപെടലുകൾ ഒരേ രീതിയിൽ അളക്കാൻ കഴിയില്ല. കാരണം പദവിയും ഉത്തരവാദിത്വവും വ്യത്യസ്തമാണ്. എന്നാൽ പ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യവുമാണ്. രണ്ടുപേർക്കും നിരവധി പോരായ്മകളുണ്ടെങ്കിലും ഒരാൾ മറ്റൊരാളേക്കാൾ മികച്ചു നിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ വിശകലനം ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വേഗം കാണാം. നന്ദി.